Good morning. Good morning. Okay. നമ്മൾ ആംബുലൻസിൽ പറഞ്ഞത് ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് അല്ലെ, ബേസ്ഡ് ഓൺ ദി ലെവൽ ഓഫ് കെയർ അല്ലെ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ടൈപ്പ് എ ആൻഡ് ടൈപ്പ് ബി. എന്തായിരുന്നു ടൈപ്പ് എ ആംബുലൻസ്? ഓർമ്മയുണ്ടോ പറഞ്ഞ കാര്യങ്ങള്? എന്തായിരുന്നു ടൈപ്പ് എ? ആര് പറയും ടൈപ്പ് എ എന്താണെന്ന്? ആര് പറയും? മിസ്സിന് ആര് പറഞ്ഞുതരാം? സഫിയ. സഫിയ മഹിൻ. ഞാൻ 2 ദിവസം ക്ലാസ്സിലുണ്ടായിരുന്നു. അതില്ല നിന്നാ കേറിയത്. ഞാൻ പറയും ദീപിക. ദീപിക പി. വീണ. വീണ മീൻ പി മേനോൻ. വീണ. Morning, Miss. മോർണിംഗ്. നമ്മളെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് യൂസ് ചെയ്തിട്ട് ഫോം ചെയ്തതാണ്. അതില് പേഷ്യൻസ് ഹൊറിസോണ്ടലി ലൈ ചെയ്യുന്ന പേഷ്യൻസ്, അതായത് ഹെഡ് ഇഞ്ചുറി, ഫ്രാക്ചർ അങ്ങനെയുള്ള പേഷ്യൻസിനൊന്നും അതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും അതിൽ അവൈലബിൾ ആയിരിക്കില്ല. അതായത് ജമാക്ക്, BP മോണിറ്റർ അതൊന്നും പ്രസന്റ് ആയിരിക്കില്ല. മനസ്സിലായില്ലേ? ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് ടൈപ്പ് സി, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്തായിരിക്കാം ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? എന്താ മനസ്സിലായേ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുമ്പോൾ? ബേസിക് ആയിട്ടുള്ള മോണിറ്ററിങ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. എന്തൊക്കെ വേണം ബേസിക് ആയിട്ടുള്ള മോണിറ്ററിങ്ങിന്? ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വേണ്ടി വരുന്നത്? എന്തൊക്കെയായിരിക്കാം? ഇനി ഐഡിയ ഇതിലുണ്ടോ? ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോ ഓക്സിജൻ സിലിണ്ടേഴ്സ് വേണം. പിന്നെ BP മോണിറ്റർ, അതുപോലെ സ്റ്റെതസ്കോപ്പുകളൊക്കെ ഈ ആംബുലൻസിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, എ വെഹിക്കിൾ ഡിസൈൻഡ് ഫോർ efficiency and comfort in the working environment, suitably equipped and suitably staffed for the transport and treatment of patients requiring non-invasive airway management or basic monitoring. അവിടെ കൊടുക്കുന്ന മോണിറ്ററിംഗ് എന്ന് പറയുന്നത് ബേസിക് മോണിറ്ററിംഗ് ആണ്. അതുപോലെ തന്നെ ആ വാഹനത്തില് നല്ല രീതിയിൽ കാര്യക്ഷമമാക്കുന്നതിന് അവിടെ കൊണ്ടുപോകുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള കംഫർട്ടബിൾ ഫീലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ടാവും, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും അതിലുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ടുള്ള ബേസിക് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ. ഏതൊക്കെയാണ്?
BP മോണിറ്ററേഴ്സ്, അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ്, സ്റ്റെതസ്കോപ്പ്, ഈ കാര്യങ്ങളും ഈ എക്യുപ്മെന്റ്സും എവിടെ ഉണ്ടാവും? ഈ ടൈപ്പ് സി ആംബുലൻസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ്. ഓക്കെ, എന്തായിരിക്കാം നോൺ ഇൻവാസീവ്? വേദന ഉണ്ടാക്കാതെ അല്ലെ. ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മുറിവ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഇപ്പൊ ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നെക്കിലൂടെ മുറിവ് ഉണ്ടാക്കിയിട്ട് ട്യൂബ് കടത്തിവിട്ട് ലങ്സിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഇൻവാസീവ്. ഇവിടെ എന്താണ്? നോൺ ഇൻവാസീവ് ആണ്. മുറിവുണ്ടാക്കാതെയുള്ള ബേസിക് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ ഫീലിംഗ് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ടൈപ്പ് സി ആംബുലൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നുകൂടിയും പറയാം, ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറഞ്ഞാല് ബേസിക് മോണിറ്ററിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ബേസിക് മോണിറ്ററിംഗ്, അതുപോലെ തന്നെ നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആണ്. മുറിവുണ്ടാക്കാതെയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബേസിക് മോണിറ്ററിംഗുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാവും, BP മോണിറ്റേഴ്സ് ഉണ്ടാവും, അതുപോലെ സ്റ്റെതസ്കോപ്പും ആ ആംബുലൻസിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടാകും അവിടെ. ഇതിന് വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിൽ കംഫർട്ടബിൾ എൻവയോൺമെന്റ് കംഫർട്ടബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങള് കാര്യക്ഷമമായിട്ട് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന്റെ നല്ല രീതിയിലുള്ള കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റ്സും അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ടൈപ്പ് സി ആംബുലൻസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ബേസിക് മോണിറ്ററിംഗ്. ഓക്കെ, ടൈപ്പ് സി മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്പ് ടി ആംബുലൻസ്. ടൈപ്പ് ഡിയിൽ എന്താണ്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് അല്ലെ. ഒന്നുകൂടി അഡ്വാൻസ് ലെവലിലുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ടി എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഓൾസോ നോൺ ആസ് ഇതാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് ഡി ആംബുലൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. അപ്പൊ കാർഡിയാക് കെയർ എന്ന് പറയുമ്പോൾ ഏതു തരത്തിലുള്ള രോഗികളെ ആയിരിക്കും കൊണ്ടുപോകുന്നത്? ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗികളെ ആയിരിക്കും? ഹാർട്ടുമായിട്ട് അല്ലെ. ഹാർട്ട് പേഷ്യൻസിനെയൊക്കെ ആയിരിക്കും ഈ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. A vehicle designed ergonomically, equipped and suitably staffed for transport and treatment of patient requiring invasive airway management. Invasive airway management or intensive monitoring. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് പറഞ്ഞത്. ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ഇന്റൻസീവ് മോണിറ്ററിംഗ്. നമ്മളിവിടെ ടൈപ്പ് ഡിയിൽ കണ്ടു എന്താണ്? ബേസിക് മോണിറ്ററിംഗും അതുപോലെ തന്നെ നോൺ ഇൻവാസീവ് മാനേജ്മെന്റ് ആണ് അല്ലെ. അപ്പോ അതിന്റെ ഇവര് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഡി ആകുമ്പോൾ എന്താണ്? ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ഇൻവാസീവ് ഇന്റൻസീവ് മോണിറ്ററിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുപോകുന്നത്. എർഗണോമിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനാനുസൃതമായിട്ടോ സിസ്റ്റമാറ്റിക്കലി ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും, അതുപോലെയുള്ള എക്യുപ്മെന്റ്സും ആ ടൈപ്പ് ഡിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസ് ഒക്കെ ആവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ നെക്കിലൂടെ ഒരു ചെറിയൊരു ഹോളിട്ട് കൊടുത്തുകൊണ്ട്, ചെറിയൊരു മുറിവിട്ട് കൊടുത്തുകൊണ്ട് ലങ്സിലേക്ക് ട്യൂബ് കടത്തി വിട്ട് ഓക്സിജൻ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ്? ഓക്കെ, അതുപോലെ തന്നെ ഇന്റൻസീവ് അല്ലെ, തീവ്രമായിട്ടുള്ള മോണിറ്ററിംഗ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ താഴെ
ഉള്ള ലൈനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. This is equipped with advanced level support machines such as ഏതൊക്കെയാണ്? defibrillators. എന്തായിരിക്കാം defibrillators? ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് അല്ലെ. ഒരു ഇലക്ട്രിക് ഷോക്ക് കടത്തി വെച്ചിട്ട് ഹാർട്ട് റീസ്യൂം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനെയാണ് ഡീഫൈബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ രാജാറാണി കണ്ടിട്ടുണ്ടോ? രാജാറാണി അതിനകത്ത് നസ്രിയ ആക്സിഡന്റ് ഉണ്ടാകുമ്പോ ഇങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ട് ഇതാക്കിയിട്ട് വെക്കുന്നില്ലേ ഹാർട്ടില്. ഓക്കെ, അതാണ് ഡീഫൈബ്രിലേറ്റേഴ്സ് കേട്ടോ. കണ്ടിട്ടുണ്ടോ? സിനിമകളിൽ കാണാൻ പറ്റും നമുക്ക്. ആ മെഷീനെയാണ് നമ്മള് ഡീഫൈബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹാർട്ട് നിന്ന് പോകുമ്പോ ഇലക്ട്രിക് ഷോക്ക് കടത്തിവിട്ട് അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിനകത്ത് പിന്നെ എന്തുണ്ടാവും? ECG മെഷീൻ അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? പേഴ്സന്റെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ വെന്റിലേറ്റേഴ്സ് ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാവും, പൾസ് ഓക്സിമീറ്റർ അല്ലെ. പൾസ് ഓക്സിമീറ്റർ എന്താണ്? ബ്ലഡില് ഓക്സിജന്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? റെസിസ്റ്റേഷൻ കിറ്റ്. റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിറ്റ് ഉണ്ടാവില്ലേ? പല ഐറ്റംസും അതിനകത്ത് ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട പല ഐറ്റംസും ഉണ്ടാവും. ആ കിറ്റിനെയാണ് അല്ലെങ്കിൽ ആ കൊടുക്കാനായിട്ടുള്ള ഉപയോഗിക്കുന്ന കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കിറ്റിനെയാണ് നമ്മള് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സക്ഷൻ മെഷീൻ. എന്താണ് സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാല്? സക്ഷൻ എന്തായിരിക്കാം? അറിയില്ല. ഓക്കെ, സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താണ്? കഫം അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വലിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ മെഷീനെയാണ് നമ്മള് സക്ഷൻ മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ. മൂക്കസ്, അതുപോലെ എന്താണ്? സലൈവ, ഇങ്ങനെയുള്ള ബ്ലഡുകളൊക്കെ ചിലപ്പോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നത്, മൂക്കിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഫം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് സക്ഷൻ മെഷീൻ. അതുപോലെ നെബുലൈസർ അറിയാലോ, നെബുലൈസർ ഉണ്ടാവും, BP അപ്പാരറ്റസ്. ഓക്കെ, ഇത്തരം കാര്യങ്ങള്, ഇത്തരം മെഷീൻസ് ആണ് ഈ ടൈപ്പ് ഡി ആംബുലൻസിൽ ഉള്ളത് കേട്ടോ. എന്താണ്? ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. ഇതിന്റെ മറ്റൊരു പേരാണ് കാർഡിയാക് കെയർ ആംബുലൻസ്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്നത് ഇന്റൻസീവ് എയർവേ മാനേജ്മെന്റ് ആണ്. ഓക്കെ, എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്കിലൂടെ ഒരു ഹോളിറ്റ് കൊടുത്തുകൊണ്ട് ഒരു മുറിവുണ്ടാക്കി എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂബിലൂടെ ഓക്സിജൻ കടത്തിവിടുന്നു, ലെഗ്സിലേക്ക് ഓക്സിജൻ കടത്തിവിടുന്നു. ഇനി ഇന്റൻസീവ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള മോണിറ്ററിംഗ്. കാരണം എന്താണ്? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവരെ നമ്മള് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് ഡീഫൈബ്രിലേറ്റേഴ്സ്. ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് കടത്തിവിട്ട് ഹാർട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. അതുപോലെ തന്നെ ECG മെഷീൻ, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാനായിട്ട്. വെന്റിലേറ്റേഴ്സ് ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാവും, പൾസ് ഓക്സിമീറ്റർ, ബ്ലഡിലെ ഓക്സിജന്റെ അളവ്, എമൗണ്ട് എത്രയാണ് അല്ലെങ്കിൽ അളവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കിറ്റ്. സക്ഷൻ മെഷീൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, സലൈവ, മൂക്കസ് ഇതൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. അതുപോലെ തന്നെ നെബുലൈസർ ഉണ്ടാവും, BP അപ്പാരറ്റസ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ടൈപ്പ് C ആൻഡ് ടൈപ്പ് D ആംബുലൻസ്.
വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ടൈപ്പ് സി ആൻഡ് ടൈപ്പ് ബി, സോറി ടൈപ്പ് ബി. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എക്യുപ്മെന്റ്സ്. Besides the equipments strictly used for treatment of patient, ambulances should be fitted with a range of extra equipments which are used in order to ease patient care. This includes, അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചു കുറെ കാര്യങ്ങൾ അല്ലെ? ആംബുലൻസിൽ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ എക്യുപ്മെന്റ്സ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? BP apparatus, stethoscope, defibrillators, suction machine, അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ അല്ലെ? പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിനുശേഷം നമ്മൾ ആംബുലൻസിൽ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാവാം നല്ല രീതിയിൽ പേഷ്യൻസിന് ഈസി ആയിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ എക്യുപ്മെന്റ്സ് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എണ്ണങ്ങളുണ്ട്. അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. 7 എണ്ണമാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് വൺ ആണ് two-way radio. Okay, this one is the most important piece of equipment in present day emergency medical services, since it allows for the issue of jobs to the ambulance and can permit the crew to pass information back to control or to the hospital. എന്താണ് two-way radio അല്ലെ? two-way radio എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ് ആണ്. ആംബുലൻസിന്റെ ഉള്ളില് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് two-way radio എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ആംബുലൻസിന്റെ ഉള്ളിലെ ഡ്രൈവർക്കായാലും ഇവിടെ നിന്ന് ആംബുലൻസിനുള്ളിലെ കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക്, ഹോസ്പിറ്റലിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും. അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഇൻഫർമേഷൻസ് അയക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് two-way radio. ഓക്കെ, മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇത്രവരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? two-way radio എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ, അപ്പോ ഇനി ഇവിടെ എന്താണ്? ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടാവും, അവിടെ ഒരു ക്രൂ ഉണ്ടാവും അല്ലെ? അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകൾക്ക് ഇൻഫർമേഷൻ എവിടെ നിന്ന് അയക്കുന്നുണ്ട്? ആംബുലൻസിൽ നിന്ന് ഇവിടേക്ക് അയക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോ ആംബുലൻസ് ഇപ്പോ ഡ്രൈവർ പറയുകയാണ്, എക്സാമ്പിൾ നോക്കി, ഫോർ എക്യുപ്മെന്റ്സ് എ പ്രയോറിറ്റി മെസ്സേജ് ടു വാൺ the hospital for of the imminent arrival of the critical patient. ഇപ്പൊ ക്രിട്ടിക്കൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസ് ഡ്രൈവർ പറയുകയാണ്, ഞങ്ങൾ എത്താറായി, ഒരു 10 മിനിറ്റ് ഉള്ളൂ. അപ്പൊ എന്താണ്? അവിടേക്ക് ആ ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് two-way radio സഹായിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ആളുകൾ എന്ത് ചെയ്യും? അതിന് വേണ്ടതായിട്ടുള്ള, രോഗിക്ക് വേണ്ടതായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, അതുപോലെ ടെക്നീഷ്യൻസ്, ഡോക്ടേഴ്സ്, നഴ്സുമാരൊക്കെ റെഡി ആയിട്ട് നിൽക്കും അല്ലെ? അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു, സെറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്, two-way radioയിലൂടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ക്ലിയർ ആയോ? two-way radio എന്ന് പറഞ്ഞാല്, two-way radio എന്ന് പറഞ്ഞാൽ എന്താണ്? മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. രോഗിയെ കൊണ്ടുവരുന്ന സമയത്ത്
സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആംബുലൻസ് ഡ്രൈവർ അല്ലെ, ആംബുലൻസ് ഡ്രൈവർ ഇവിടെ നിന്ന് ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിലോട്ട് പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവറെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എത്തി അവിടെയുള്ള മെമ്പേഴ്സ് അല്ലെ, ക്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെയുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. ആ സ്റ്റാഫുകളിലോട്ട് ഈ ഇൻഫർമേഷൻ എത്തുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും ഈ രോഗിക്ക് വേണ്ട എക്യുപ്മെന്റ്സും എന്തൊക്കെയാണോ രോഗിക്ക് വേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്യുപ്മെന്റ്സ് ആയാലും നഴ്സുമാരായാലും ഡോക്ടർമാരായാലും സജ്ജരായിട്ട് നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നുകൂടി പറയണോ? ടു വേ റേഡിയോ എന്ന് പറഞ്ഞാല് അതിനകത്ത് ആ ഒരു എക്യുപ്മെന്റ് ആണ് നമ്മുടെ ഈ ആംബുലൻസിൽ ഈ എക്യുപ്മെന്റ് ഉണ്ടാവും. ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസിലെ ഡ്രൈവർ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയെ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾ എത്താറായി, ഒരു 5 മിനിറ്റ് ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട് എത്താനായിട്ട്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഉള്ളൂ. എന്താണ് ഈ ഇൻഫർമേഷൻ? മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ടു വേ റേഡിയോയിലൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ആംബുലൻസ് ഡ്രൈവർ പാസ് ചെയ്ത് ആർക്ക് കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അവിടെ വർക്ക് ചെയ്യുന്ന ക്രൂസ് മെമ്പേഴ്സ് ഉണ്ടാവും, സ്റ്റാഫുകൾ ഉണ്ടാവും. അവർക്ക് ഈ ഇൻഫർമേഷൻ കൈമാറുന്നു. അങ്ങനെ ഇൻഫർമേഷൻ അവർക്ക് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളായാലും നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ഈ രോഗിക്ക് വേണ്ട എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, ഉപകരണങ്ങൾ എക്യുപ്മെന്റ്സ് എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതൊക്കെ സജ്ജീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പോ ആംബുലൻസിൽ ട്രാൻസ്പോർട്ടേഷൻ രോഗിയെ കൊണ്ടുപോകുന്ന സമയത്ത് തിരിച്ചും അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ്, ഇപ്പൊ രോഗിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ ഓക്സിജൻ മാസ്ക് വെക്കുക, അതുപോലെ എന്തെങ്കിലും BP ചെക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഇൻഫർമേഷൻസ് ഇങ്ങോട്ടേക്ക് ആംബുലൻസിലേക്ക് പാസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? 2 കാര്യങ്ങളാണ്, ആംബുലൻസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് ആംബുലൻസിലേക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ടു വേ റേഡിയോ. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ ആണോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. Some ambulances are equipped with mobile data terminals or എന്താണ് expand MDTS എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. expand MDTS mobile data terminals. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കാം. which are linked without wire to a central computer, usually the control center. അപ്പൊ എന്താണ് ഇവിടെ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു വേ റേഡിയോ പോലെ തന്നെയാണ്. അടുത്ത സെന്റൻസ് ഒന്ന് നോക്കിയേ. These terminals can functioning in the place of two-way radio and can be used to pass details of work to the crew and can log the time the crew was mobile to the patient, arrived and left the scenes and fulfill any other computer-based functions. അപ്പൊ ഇവിടെ ഈ മൊബൈൽ ഡാറ്റ ടെർമിനൽസ് എന്ന് പറഞ്ഞാലും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ് ആ കമ്പ്യൂട്ടർ ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ടു വേ റേഡിയോ പോലെ തന്നെ മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഫംഗ്ഷനിങ് പോലെ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് ആംബുലൻസിൽ രോഗിയുടെ അടുത്ത് ആംബുലൻസ് വന്ന ടൈമാണ്, സമയത്തിന്റെ വിശദാംശങ്ങളാണ് ഇവിടെ കൈമാറുന്നത്. ഓക്കെ, ടൈമിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ യൂസ് ചെയ്യുന്നത്. അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണോ? സമയത്തിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ്, ചിലപ്പോൾ ഒരു രോഗി ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ നമ്മള് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വരും. അപ്പൊ ആംബുലൻസ് വന്ന്
വരുന്ന ടൈം അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അത് ഹോസ്പിറ്റലിൽ എത്തുന്ന ടൈം, ഓക്കെ. അതുപോലെ തന്നെ രോഗി എടുത്തുകൊണ്ട് പോകുന്ന ടൈം, അവിടെ എത്തുന്ന ഹോസ്പിറ്റലിൽ അവർ എത്തിച്ചേർന്നിരിക്കുന്ന ടൈം, അതുപോലെ തന്നെ രോഗിയുടെ അടുത്ത് ആംബുലൻസ് എത്തുന്ന ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മൊബൈൽ ഡാറ്റ ടെർമിനലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇതെന്താണ് ഒരു വയർലെസ് ആയിട്ടുള്ള വൈഫൈ പോലെ തന്നെയുള്ള വൈഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, അതുപോലെ തന്നെ ഒരു വയർലെസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ ആണ്. അപ്പൊ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോ ഓഫീസിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ ഓഫീസിലായാലും നമുക്ക് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ റെക്കോർഡ് ആവും. എപ്പോഴാണ് ആംബുലൻസ് ക്രൂസ് രോഗിയുടെ അടുത്ത് എത്തിയിരിക്കുന്ന ടൈം, അതുപോലെ എപ്പോഴാണ് രോഗിയെ അതിന്റെ അകത്തോട്ട് കയറ്റിയിരിക്കുന്നത്, എപ്പോഴാണ് അവര് പുറപ്പെട്ടത്, എപ്പോഴാണ് അവര് ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നത്. അപ്പൊ അങ്ങനെയുള്ള ടൈമുകൾ അവിടെ ആ സിസ്റ്റത്തിൽ അവിടെ എൻറ്റർ ആവും. ഓക്കെ, ക്ലിയർ ആയോ? സമയത്തിന്റെ വിശദാംശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഒന്നുകൂടി പറയണോ? സമയത്തിന്റെ വിശദാംശങ്ങള് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഓക്കെ, എപ്പോഴാണ് രോഗിയുടെ അടുത്ത് ആംബുലൻസ് എത്തിയിരിക്കുന്നത്, എപ്പോഴാണ് ആ രോഗിയെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത്, എപ്പോഴാണ് അവര് പുറപ്പെടുന്നത് രോഗിയെ കൊണ്ട്, അതുപോലെ തന്നെ എപ്പോഴവര് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നു, അങ്ങനെയുള്ള ടൈമുകൾ ഉണ്ടാവില്ലേ, ആ ടൈം റെക്കോർഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, ടു-വേ റേഡിയോ പോലെ തന്നെയാണ് കേട്ടോ അതിന്റെ ഫങ്ഷനിങ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എവിഡൻസ് ഗ്യാതറിംഗ് CCTV. CCTV അറിയാലോ, എന്തിനാ യൂസ് ചെയ്യുന്നത്? CCTV എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? CCTV വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട്. വെരി ഗുഡ് അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെ CCTV, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് ഹോസ്പിറ്റല് അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെ, അതുപോലെ സൂപ്പർ മാർക്കറ്റില് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും CCTV അല്ലെ, റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. Some ambulance are now being equipped with video cameras which are used to record activity either inside or outside the vehicle. അപ്പൊ എന്താണ് ആംബുലൻസിന്റെ ഉള്ളിൽ അല്ലെ, ഇൻസൈഡും ഔട്ട്സൈഡും എന്തുണ്ടാവും? ഈ CCTV ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. വീഡിയോസ് ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് CCTV ഉപയോഗിക്കുന്നത്. ആംബുലൻസിന്റെ ഇൻസൈഡ്, അകത്തും പുറത്തും എന്തുണ്ടാവും? CCTV ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, they may also be titled with sound recording facilities. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ആംബുലൻസിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന CCTV എന്താണ്? സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസ്, സൗണ്ടുകൾ റെക്കോർഡ് ചെയ്യാനായിട്ടും ഉള്ള സൗകര്യങ്ങള് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസും ഈ CCTV ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? This can be used as a protective measure from violence against ambulance crew, or in some cases depend on local laws, manifest or refute cases where a member of the crew stands accused for wrongdoings. ഇപ്പോ നമ്മള് ഒരു പ്രതിനെ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകളായിട്ട് ബന്ധമുള്ള പ്രതികളെയൊക്കെ നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട് അല്ലെ. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ അവര് ചിലപ്പോ എന്താണ് ഈ ആംബുലൻസിലെ ഡ്രൈവറെയൊക്കെ തല്ലിയോ അല്ലെങ്കിൽ ആക്രമിച്ചിട്ടൊക്കെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ലെ. കണ്ടിട്ടില്ലേ നിങ്ങള് സിനിമയിലൊക്കെ അങ്ങനെയുള്ള സീൻസുകളൊക്കെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ചിലപ്പോ അവരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോ ചിലപ്പോ നോർമൽ ആയിട്ടൊരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ അവര് പറയാറുണ്ട് ഇവര് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നു, ഈ ഡ്രൈവേഴ്സ് ഒക്കെ ഉപദ്രവിക്കാൻ വന്നു. അങ്ങനെ പോലീസ് കേസൊക്കെ ആകുമ്പോ അങ്ങനെയുള്ള തെളിവെടുപ്പിന്
തെളിവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ CCTV ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആംബുലൻസ് ഡ്രൈവേഴ്സിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ CCTV ആംബുലൻസിൽ ഫിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കൺസെപ്റ്റ് എന്താണ്? അപ്പൊ CCTV എന്താണ്? ആംബുലൻസിന്റെ അകത്തും പുറത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന് ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ടല്ലേ, സൗണ്ട് റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് അവർക്ക് എതിരെ വരുന്ന എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് CCTV. ക്ലിയർ ആയോ? നമ്മളിപ്പോ 3 എക്യുപ്മെന്റ്സ് ആണ് പറഞ്ഞത്. 2-way റേഡിയോ, അതുപോലെ എന്താണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ, അതുപോലെ എവിഡൻസ് ഗ്യാതറിംഗ് CCTV. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, 3 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ക്ലിയർ അല്ലേ 3 കാര്യങ്ങളും? ഇനി നെക്സ്റ്റ് ആണ് tail left or ramp. Ambulances can be equipped with a tail left or ramp in order to facilitate loading a patient without having to take up any lifting. This is particularly important when the patient is ill or specifically care transport that need large, huge equipment such as neonatal incubator or hospital beds. There may be also be equipment connected with this, such as winches, which are formed to pull the patient into the vehicle. അപ്പൊ എന്താണ് നമ്മള് മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇവിടെ നോക്കിയേ, ഓവർ വെയിറ്റ് ഉള്ള ആളുകളെയൊക്കെ ഇങ്ങനെയുള്ള ഈ പോർഷനിൽ കിടത്തിയിട്ട് വിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടി പോലെയുള്ള ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് അവിടെ കിടത്താം. ഇപ്പോ നിയോനാറ്റൽ ഇൻക്യുബേറ്ററിൽ ഇപ്പോ ജനിച്ച കുട്ടികളെയൊക്കെ എന്താണ് വെന്റിലേറ്ററിൽ കിടത്തുന്ന അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ വെന്റിലേറ്ററോട് കൂടി തന്നെ ആ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മറ്റു ഹോസ്പിറ്റലോട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെന്റിലേറ്ററോട് കൂടി തന്നെ അങ്ങോട്ടേക്ക് കിടത്താൻ പറ്റും. കിടത്തിയിട്ട് ആ വിഞ്ചസ് ആ പടിയിലോട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് നമുക്ക് തള്ളി അങ്ങനെ നീക്കേണ്ട ആവശ്യമില്ല സ്റ്റാഫിനൊക്കെ. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം
പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഓവർ വെയിറ്റ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അവരെയൊക്കെ എടുത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. ഇപ്പൊ വേറെ ഹോസ്പിറ്റലിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈ ആംബുലൻസിലോട്ട് അവർ കിടത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കിടപ്പോട് കൂടി കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാം. നല്ല എന്താണ് തടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം കിടത്താനായിട്ട്. വേരിയാട്രിക് നമ്മൾ പഠിച്ചതാണ് ഫംഗ്ഷനിങ്ങില്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ഇവിടെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡോട് കൂടി ജസ്റ്റ് ഒന്ന് കിടത്തി കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ടച്ച് അതിന്റെ അടിയിൽ ആ ബെഞ്ചസിൽ പടിയിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് അങ്ങോട്ട് തന്നെ ആ ഉള്ളിലോട്ട് അങ്ങോട്ട് പൊക്കോളും. ഓക്കെ, മനസ്സിലായോ? അതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ജനിച്ച ശിശുക്കളെയൊക്കെ ചിലപ്പോ ഇൻക്യുബേറ്ററിൽ അല്ലെ, ഇപ്പൊ ഇൻക്യുബേറ്ററോട് കൂടിയിട്ടൊക്കെ കിടത്തേണ്ടതായിട്ട് വരും. ചിലപ്പോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വെന്റിലേറ്ററിൽ കിടത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഓവർ വെയിറ്റ് ഉള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ആ കിടക്കയോട് കൂടി തന്നെ കിടത്തി കൊടുത്താൽ മതി. എന്നിട്ട് ആ പിഞ്ചസ് എന്ന് പറഞ്ഞാൽ പടി, ആ പടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ അടിഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ ഉള്ളിലോട്ട് അതങ്ങ് കയറിക്കോളും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ലിഫ്റ്റ് ഓർ റാമ്പ് ജസ്റ്റ് ആ ചിത്രം ഒന്ന് ആ പിക്ചർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ജസ്റ്റ് ആ പിഞ്ചസിലൊന്ന് തട്ടി കൊടുത്താൽ ആ പേഷ്യന്റിനോട് കൂടി തന്നെ അങ്ങോട്ടേക്ക് കയറിക്കോളും ആ വാഹനത്തിന്റെ ഉള്ളിലോട്ട് കേട്ടോ. Okay, next on trauma lighting. Besides to normal working lighting, ambulances can be fitted with special lighting, often blue or red, which is used when the patient become photosensitive. ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോട്ടോസെൻസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചില ലൈറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസിന്റെ ഉള്ളിൽ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടാവും, ബ്ലൂ അല്ലെങ്കിൽ റെഡ്. അങ്ങനെയുള്ള ലൈറ്റിംഗ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകള് ആംബുലൻസിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ട്രോമ ലൈറ്റിംഗ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോ ചിലപ്പോൾ റെഡ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കാം ലൈറ്റുകൾ, സ്പെഷ്യൽ ലൈറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള എക്യുപ്മെന്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എക്യുപ്മെന്റ്. ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ലൈറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ബ്ലൂ ഓർ റെഡ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് എയർ കണ്ടീഷനിങ്. ആംബുലൻസസ് ആർ actually equipped with a separate air conditioning system to the working area from that which serves the cab. This helps to keep a suitable temperature for any patient being treated, but may also have an extra features such as filtering against airborne pathogens. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? AC അല്ലെ. AC ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സെന്റൻസ് ഒന്ന് ഒരാൾ പഠിക്കുകയെ. This helps to keep a suitable temperature for any patients. Okay, suitable ആയിട്ടുള്ള ടെമ്പറേച്ചർ പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എയർ കണ്ടീഷനിങ് AC ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് എക്സ്ട്രാ ഫീച്ചർ ഉണ്ട് അല്ലെ. ഈ പാത്തോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണുക്കള്, പുറത്തു നിന്നുള്ള അണുക്കള് ഈ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് AC ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്
ഒന്നാമത്തെ കാര്യം എന്താണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള അണുക്കള് വാഹനത്തിന്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് AC ഫിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ടെയിൽ ലിഫ്റ്റ്, റാമ്പ്, ട്രോമ ലൈറ്റിംഗ്, എയർ കണ്ടീഷനിങ്. നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഒരു എക്യുപ്മെന്റ് കൂടി ഉണ്ട്, ഡാറ്റ റെക്കോർഡ്സ്. These are often set in ambulances to record such as details as speed, braking power, time, activation of active emergency warnings such as light and sirens and seatbelts usage. These are often used integrated with GPS unit. നമ്മുടെ ഈ ഡാറ്റ റെക്കോർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ആംബുലൻസിന്റെ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, ടൈം, അതുപോലെ തന്നെ ഈ ആക്ടിവേറ്റിംഗ് വാണിംഗ് ലൈറ്റ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ സൈറൻസ് ഉണ്ടാവും, അതുപോലെ സീറ്റ് ബെൽറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പ്രോപ്പർ ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഡാറ്റ റെക്കോർഡ്സ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആംബുലൻസിന്റെ ഉള്ളില് ഈ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ഈ എക്യുപ്മെന്റ്സ് വഴി നമുക്ക് എന്തറിയാൻ പറ്റും, ആംബുലൻസിന്റെ സ്പീഡ് അറിയാൻ പറ്റും, അതുപോലെ ബ്രേക്കിംഗ് പവർ, ടൈം എപ്പോഴാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, അതുപോലെ സൈറൻസ്, ലൈറ്റുകൾ, സീറ്റ് ബെൽറ്റിന്റെ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ GPS ലൊക്കേഷൻ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ട്രാഫിക്കിൽ നിങ്ങൾ ട്രാഫിക് സിനിമയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, GPS ലൊക്കേഷൻ ഒക്കെ എവിടെയാണ് അല്ലെ, എവിടെ എത്തി എന്നൊക്കെ കാണിക്കില്ലേ നമ്മള് അല്ലെ, അതിന്റെ ലൊക്കേഷൻ അറിയാൻ പറ്റുന്നത്, ഇപ്പോ എവിടെയാണ് എത്തിയിരിക്കുന്നത് ആംബുലൻസ് അല്ലെ, ഏത് ലൊക്കേഷനിലാണ്, അതൊക്കെയാണ് GPS ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എക്സ്ട്രാ എക്യുപ്മെന്റ്സിൽ വരുന്നത് കേട്ടോ. വായിച്ചു നോക്കിയേ. നാലാമത്തെ പോയിന്റ് എന്താണ്, ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ചിത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ചിത്രത്തിൽ എന്താണ്, ഇപ്പൊ ഓവർ വെയിറ്റ് ഉള്ള ആളുകളെ, അതുപോലെ തന്നെ ഇപ്പോ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുകള്, ചിലപ്പോ എന്താണ് ജനിച്ചുടനെ ഇൻക്യുബേറ്ററിലൊക്കെ ഇടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള രോഗികളെയൊക്കെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് ഈ എക്യുപ്മെന്റ്സോട് കൂടി തന്നെ രോഗികളെ കയറ്റിട്ട് ആംബുലൻസിൽ കയറ്റി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ, ഇപ്പൊ ഓവർ വെയിറ്റ് ആയിട്ടുള്ള രോഗികളെയൊക്കെ നമുക്ക് എടുത്ത് കിടത്താനോ, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികള്, ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന ശിശുക്കളെയൊക്കെ ആ എക്യുപ്മെന്റ്സോട് കൂടി തന്നെ നമുക്ക് കിടത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ നോക്കി, ഇതില് ജസ്റ്റ് ഒന്ന് ഈ കിടക്കയോട് കൂടി തന്നെ ഈ പോർഷനിൽ കിടത്തിക്കൊണ്ട് ഇതിന്റെ വിഞ്ചസ് ഇപ്പൊ അടിയിലൊന്ന് ജസ്റ്റ് ആ സ്റ്റാഫുകളിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറ്റി കിടത്തേണ്ട ആവശ്യം വരുന്നില്ല. അത് അങ്ങോട്ട് നീങ്ങിപ്പോക്കോളും. മനസ്സിലായോ? അതിന്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ അങ്ങോട്ട് പൊക്കോളും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല ഇടത്ത് കിടക്കാനോ, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് അറിയാം അല്ലെ, ബുദ്ധിമുട്ടാണ് സ്റ്റാഫുകൾക്ക് പൊക്കി വലിച്ച് കയറ്റാനൊക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടെ കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പടിയിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ ഉള്ളിലേക്ക് താനെ അത് റണ്ണായി പൊക്കോളും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ആണ്, ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. നെക്സ്റ്റ് പോർഷൻ പറയണേട്ടോ മിസ്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറഞ്ഞാല് എമർജൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും നമ്മള് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഉണ്ട് അല്ലെ, കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ഈ സിമ്പിൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കാം.
ഈ സിമ്പിൾസ് ഒക്കെ ഉണ്ടോ, ഇങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ആംബുലൻസ് ഒക്കെ പാസ് ചെയ്ത് നമ്മൾ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ എമർജൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സ്റ്റാർ ഓഫ് ലൈഫ്. കണ്ടോ, ഇതാണ് സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നമായിട്ടാണ് ഈ സ്റ്റാർ ഓഫ് ലൈഫിനെ കണക്കാക്കുന്നത്. ഓക്കെ, വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. എല്ലാ ആംബുലൻസിലും ഈ ചിഹ്നം ഉണ്ടാകും കേട്ടോ. ശ്രദ്ധിക്കുക, ഈ ചിഹ്നങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കാം. സ്റ്റാർ ഓഫ് ലൈഫ് ചിത്രം തന്നിട്ട് ഇതെന്താണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, ഓരോ കാര്യങ്ങളും ഓരോ ചിത്രങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നമാണ്. അതുപോലെ റെഡ് ക്രോസ് അല്ലെ, റെഡ് ക്രോസ് ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇവിടെയുള്ള നാട്ടിലുള്ള ആംബുലൻസിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, റെഡ് ക്രോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ റെഡ് ക്രോസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ സ്കൂളിലൊക്കെ അതന്നെ സ്കൂളിലൊക്കെ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ കാണാൻ പറ്റും. അവരിപ്പോ എന്താ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ മക്കൾക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, റെഡ് ക്രോസിന്റെ ചിഹ്നം യൂണിഫോമിന്റെ അവിടെ JRC. ഓക്കെ, അതുപോലെ തന്നെ റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ് റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞാല് എന്താണ്, an organization in Islamic countries that helps people who are suffering because of the war or natural disasters. അപ്പോ ഈ റെഡ് ക്രസന്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റെഡ് ക്രസന്റ് നമുക്ക് കാണാൻ പറ്റുന്നത് മുസ്ലിംസ് കൺട്രീസിലാണ് കേട്ടോ. ഇസ്ലാമിക് കൺട്രീസിലാണ് ഇത് ഭൂരിഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ വാർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴൊക്കെ അവിടെയുള്ള ആംബുലൻസ് വരാറുണ്ട് അല്ലെ, ആ ആംബുലൻസിൽ കാണുന്ന ചിത്രമാണ് ഈ റെഡ് ക്രസന്റിന്റെ ഈ ചിത്രം. ഓക്കെ, അതുപോലെ തന്നെ ഈ റെഡ് ക്രോസ് മിസ് പറഞ്ഞില്ല അല്ലെ, ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാല് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. അതുപോലെ റെഡ് ക്രസന്റ് ഇസ്ലാമിക് കൺട്രീസിൽ ഉള്ള ആംബുലൻസിലൊക്കെ ആണ് കാണാൻ പറ്റുന്നത്. ഡിസാസ്റ്റർ സമയത്ത്, അതുപോലെ തന്നെ വാറൊക്കെ നടക്കുന്ന കാലഘട്ടത്തൊക്കെ ആംബുലൻസിൽ കുറെ കാര്യങ്ങൾ കുറെ ആളുകളൊക്കെ അതിൽ വാറിൽ മരണപ്പെടാം, അല്ലെങ്കിൽ അപ്പോ ഡിസാസ്റ്റർ വരുന്ന സമയത്തൊക്കെ ആംബുലൻസ് ഒക്കെ വരുമ്പോൾ അവിടെ ഇസ്ലാമിക് കൺട്രീസിലാണ് ഭൂരിഭാഗവും ഈ നമുക്ക് ഈ സിമ്പിള് കാണാൻ പറ്റുന്നത്, അവിടെ യൂസ് ചെയ്യുന്ന ആംബുലൻസ്. അതുപോലെ തന്നെ മാൾട്ടസ് ക്രോസ്. മാൾട്ടസ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് കേട്ടോ. ആകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മാൾട്ട കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കിട്ടിയോ 4 കാര്യങ്ങളും? സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. റെഡ് ക്രോസ് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. അതുപോലെ തന്നെ റെഡ് ക്രസന്റ് ഇസ്ലാമിക് കൺട്രീസിലുള്ള ആംബുലൻസിൽ കാണുന്നതാണ് ഈ സിംബൽസ്. അതുപോലെ തന്നെ മാൾട്ടസ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൾട്ട കൺട്രീസിൽ യൂസ് ചെയ്യുന്നതാണ്. അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു വലിയ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്താണ് ഗ്രീൻ ആൻഡ് യെല്ലോ അല്ലെ, കോൺട്രാസ്റ്റ് കളറിംഗിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വളരെ ദൂരത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റ് കളർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ആംബുലൻസിന്റെ സിംബൽസ് ആണ് കേട്ടോ. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാല് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം.
ഗ്രീൻ ആൻഡ് യെല്ലോ എന്ന് പറഞ്ഞാല് എന്താണ്? പച്ചൻ ബെർഗ് മാർക്കിംഗ് ആണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിലില്ലേ? ടെക്സ്റ്റിലില്ലാത്തവർ എഴുതിയെടുത്തോളൂ കേട്ടോ. പച്ചൻ ബെർഗ് മാർക്കിംഗ് എന്നാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വളരെ ദൂരത്തു നിന്നും വാഹനങ്ങളെ വരുന്നത്, വളരെ ദൂരത്തു നിന്നും വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കും. മാൾട്ട ക്രോസ് പറയണോ? മാൾട്ട കൺട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത് കാണില്ലേ? എന്താണ്? അമ്പ് ആകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്ര വരെ ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.